ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മില്ലറ്റും ഗോതമ്പ് മാവും ചേർത്താണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയബറ്റിക്കുകാർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് തന്നെ നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ലിറ്റിൽ മില്ലറ്റ് ഞാനിത് 5 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. ഇത് ഓവർനൈറ്റ് കുതിർത്തിയെടുത്താൽ വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനാവുമ്പോൾ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഊറ്റി മാറ്റിയതിന് ശേഷം നികക്കെ വെള്ളം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. ബാക്കി വരുന്ന വെള്ളം നമുക്കിത് കൂട്ടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരേ ലെവലിൽ വെള്ളം ഇട്ടാണ് അരച്ചെടുത്തത്. അത് നമുക്ക് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ജാറൊക്കെ കഴുകിയെടുത്തിട്ട് നമുക്ക് അവസാനം നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം. 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. കുറേശ്ശെ ചേർത്ത് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഗോതമ്പ് മാവ് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൻ്റെ അയവിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. മാവ് കലക്കിയത് കട്ടി കൂടുതലാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സിയുടെ ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളിയാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ തക്കാളി പൊടിയായി കൊത്തിയരിഞ്ഞിട്ട് ചേർക്കാം. മീഡിയം തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഒത്തിരി മുരിയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് വാടിക്കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് ഗോതമ്പ് ബാറ്റർ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ മാവ് നല്ല ഒഴുകുന്ന പരുവത്തിലായിരിക്കണം. അത് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം.
ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴുകുന്ന പരുവത്തിലായിരിക്കണം നമ്മളുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിക്കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഹീറ്റിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൂടുതൽ കട്ടി പാടില്ല, കുറച്ച് നേരിയതായിട്ട് വേണം ഈ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി മൂടി വെച്ചൊരു 3 മിനിറ്റ് നമുക്ക് സെയിം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയുടെ ഉപയോഗം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഗീയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം 3 മിനിറ്റ് തുറന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്താണ് വെക്കുന്നത്. ചൂടോടെ തന്നെ റോൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയുടെ കൂടെയോ തക്കാളി ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും മാത്രമല്ല ഏത് തരക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.